ഖുർആനിലെ അവസാനത്തെ സൂറത്ത് അവസാനം ഇറങ്ങിയ സൂറത്തല്ല, അവസാന കാലത്ത് ആവശ്യമുള്ള സൂറത്താണ്. അവസാനം ഇറങ്ങിയ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹിയാണ്. അവസാന കാലത്ത് ആവശ്യമുള്ള സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അയാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിക്കുക, അതിനാണ് വസ്വാസ് എന്ന് പറയുക. അയാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിക്കുക, പൊലിമയുണ്ടാക്കുക, അയാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിക്കുക. ഗഹനമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുകയും തൽസ്ഥാനത്ത് ക്ഷണികമായ യാഥാർത്ഥ്യങ്ങളെ മനോഹരമാക്കി വെക്കുകയും ചെയ്യുക. ആരാണ് അതിന്റെ പിന്നിൽ? മിനൽ ജിന്നതി വന്നാസ്. അതിന് ജിന്നുകളും മത്സരിക്കും, ചില മനുഷ്യരും മത്സരിക്കും എന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വേഷഭൂഷാദികൾ ഒരിക്കലും ദീനല്ല, നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ദീനുള്ളവർക്ക് ഒരു വേഷമില്ലേ? ഉണ്ട്. ദീനുള്ളവർക്ക് വേഷമുണ്ടാകും, ദീനില്ലാത്തവനും വേഷമുണ്ടാകാം. മനുഷ്യന്റെ ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത് നിന്റെ ഔറത്ത് കാണാത്ത കുപ്പായവുമല്ല, നിന്റെ നീണ്ട ഒരു താടിയുമല്ല, നിന്റെ നെറ്റിയുടെ മുകളിലുള്ള നിസ്കാരത്താമ്പുമല്ല. ഇതിനേക്കാൾ താടിയുള്ളവരായിരുന്നു ഖവാരിജ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല. ഒന്നും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് ശേഷം ഒരു ജനത വരുന്നുണ്ട്, നബിയുടെ കാലത്ത് ആ ജനതയില്ല. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ദുനിയാവിൽ കർമ്മം പാഴായി പോയ ആളുകൾ, വഹും യഹ്സബൂന, അവർ വിചാരിക്കുന്നത്, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ നല്ലത് ചെയ്യുകയാണ് എന്നവർ ധരിക്കുന്നു. പക്ഷേ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് പരലോകത്ത് ഒന്നുമില്ല. എന്നാലോ അവരുടെ താടി നെഞ്ചു നിറയെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖവാരിജിനെ പോലെ തലയെക്കെട്ട് തുമ്പിയും ഉള്ള ഒരു ജനത ലോകത്തുണ്ടായിട്ടില്ല. ഖവാരിജിനെ പോലെ മുണ്ട് മുകളിലേക്ക് കൊടുത്ത ഒരു ജനത ഉണ്ടായിട്ടില്ല. ഖവാരിജിനെ പോലെ ഖുർആൻ ഓതിയ ഒരു ജനതയും ഉണ്ടായിട്ടില്ല. യഖറഉനൽ ഖുർആന ഫയബ്കൂന, അവർ ഖുർആൻ ഓതുകയും കരയുകയും ചെയ്യും. ജനങ്ങളെ വളരെ ചിന്തിച്ചോളൂ. ജനങ്ങളെ, നമുക്ക് ഭീമമായ അബദ്ധം പറ്റിയിരിക്കുന്നു. എന്താണ് ഭീമമായ അബദ്ധം? എന്തോ, നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത ഭൂമിയിൽ ഇറങ്ങി വന്ന മലക്കുകളാണോ എന്ന് വിചാരിക്കാൻ മാത്രമുള്ള മഹത്തായ അള്ളാഹുവിന്റെ പൊരുത്തവും വെളിച്ചവും സ്തോപജന്യമായ പരിശുദ്ധിയുമുള്ള വലിയ വലിയ മനുഷ്യർ നമ്മുടെ ചരിത്രത്തിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു, നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പുതിയ ജനത അവരെ തള്ളിക്കളഞ്ഞു. അവരെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാൻ പുതിയ തലമുറക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നോ? മനുഷ്യരിൽ നിന്നുള്ള മാതൃകകളാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനുഷ്യരിൽ നിന്ന് മാതൃക ലഭിക്കും. ഒരു ജനതയ്ക്ക് ഒരു മാതൃക ലഭിച്ചാൽ ആ ജനതയുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു എന്നാണ് കാരണം. AD 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജനിക്കുകയും AD 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഫാത്താവുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പുണ്യനബിയുടെ പ്രത്യേകത? പുണ്യനബി അറേബ്യ കണ്ട ഒരു ഉദാഹരണമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഉദാഹരണം മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് മാനവ ചരിത്രത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ജനത അസ്ഹാബു റസൂലില്ലാ. മനസ്സ് തുറന്ന് പറയാം, അസ്ഹാബു റസൂലില്ലാ. രാവും പകലും ഖുർആൻ ഓതിയവർക്ക് കിട്ടാത്ത ഭാഗ്യം സ്വഹാബികൾക്ക് കിട്ടി. രാവും പകലും നിസ്കരിച്ച് വീഴുന്നവർക്ക് കിട്ടാത്ത ഭാഗ്യവും സ്വഹാബികൾക്ക് കിട്ടി. കാനു അഖല്ലന്നാസി അമലൻ, ലോക ചരിത്രത്തിൽ അമലുകൾ കുറഞ്ഞ വിഭാഗം അസ്ഹാബു റസൂലില്ലാ. രാവും പകലും നിസ്കരിച്ച് കിടക്കാനുള്ള പണിയൊന്നും അവർക്കുണ്ടായി. കാനു അഖല്ലന്നാസി അമലൻ, സ്വഹാബികൾ അമൽ കുറഞ്ഞ ജനതയാണ്. നിറയെ നന്മയുള്ള ഹൃദയമാണ്. ആഴത്തിൽ വിജ്ഞാനമുള്ളവരാണ് സ്വഹാബികളെ പ്രത്യേകത. അവർക്ക് മനസ്സ് നിറയെ നന്മയാണ്, പിന്നെയോ ആഴമുള്ള വിജ്ഞാനമാണ്. എന്നാൽ അമൽ വളരെ കുറവാണ്.
അതായത് നിസ്കരിക്കും, എന്നെ സുന്നത്ത് നിസ്കരിക്കും, അങ്ങനെ തന്നെ. നമ്മളെപ്പോലെ രാവും പകലും അങ്ങനത്തെ ഒരു പണിയൊന്നും അവർക്കില്ല. ഒരു കർഷകരാണ്, കൃഷി ചെയ്യും. എപ്പോഴും ഖുർആനിലാണ്, എപ്പോഴും 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 നല്ലതിലെന്ന കാര്യത്തിലാണ്. പക്ഷേ ആഴമുള്ള വിജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. സ്വഹാബത്തിന് ഇത് ലഭിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താ? ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ തലകുത്തി നിൽക്കുന്ന മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം ഒരു സ്വഹാബിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഒരാൾ സുജൂദിൽ കിടക്കുന്നതും ഒരു സെക്കൻഡ് സ്വഹാബിയാവുന്നതും നോക്കിയാൽ പരലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു സെക്കൻഡ് സ്വഹാബിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടക്കുന്നതും ഒരു സെക്കൻഡ് സ്വഹാബിയാകുന്നതും തുലനം ചെയ്താൽ ഏറ്റവും നല്ലത് ഒരു സെക്കൻഡ് സ്വഹാബിയാകല. എന്റെ ലോകത്തെ ഏറ്റവും വലിയ മാതൃകയെ അവർ ഈമാനോടുകൂടെ കണ്ടു, മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു ജനതയുടെ ഏറ്റവും വലിയ നേട്ടം എന്താ? ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ മാതൃക ലഭിക്കുക.